എപ്പോഴും മുട്ടക്കറി ഒരുപോലെ ഉണ്ടാക്കി നിങ്ങൾക്ക് മടുത്തെങ്കിൽ ഈ ഒരു സാധനം ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. അടിപൊളി ടേസ്റ്റ് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഇപ്പം തന്നെ നമ്മളൊന്ന് ലൈക്ക് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ആദ്യം തന്നെ കുക്കറിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലോട്ട് കുറച്ച് കറുവപ്പട്ട, കുറച്ച് ഗ്രാമ്പു, പിന്നെ കുറച്ച് ജീരകം, പിന്നെ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കട്ടെ, ഒന്ന് വഴറ്റിയെടുക്കാം. അത് നല്ലപോലെ വഴറ്റിയെടുക്കണം. അതിന് ശേഷം വഴറ്റി വരുമ്പോൾ അതിലോട്ട് കുറച്ച് പച്ചമുളക്, നമ്മൾ 2 പച്ചമുളകാണ് നടു വളർന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു സവാള, അത് ഇതേപോലെ അരിഞ്ഞത് അത് ഇട്ട് കൊടുക്കാം. അത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അത് വഴറ്റി അതിൻ്റെ കളറൊക്കെ മാറി ഏകദേശം ഈ ഒരു ബ്രൗൺ കളറാവും. ആ ബ്രൗൺ കളറാകുമ്പോൾ അതിലോട്ട് നമുക്ക് ക്യാരറ്റ് ഇട്ടാൽ, ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞ ക്യാരറ്റ്, പിന്നെ ഉരുളൻകിഴങ്ങ് അത് ഇതേപോലെ അരിഞ്ഞത് അത് ഇട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിന് ശേഷം കുരുമുളക് പൊടി, ഗരം മസാല, നമ്മൾ ഇതിൽ മുളക് പൊടിയോ മഞ്ഞൾപ്പൊടിയോ വേറെ പൊടികളൊന്നും ചേർക്കുന്നില്ല കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കണം. എല്ലാം കൂടി ഒന്ന് മിക്സായി വരുമ്പോൾ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. തേങ്ങയുടെ 2ാം പാലാണ് കേട്ടോ നമ്മൾ ആദ്യം തന്നെ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഇത് അടച്ച് വെച്ച് നമുക്കൊരു 2 വിസിൽ വേവിച്ചെടുക്കണം കേട്ടോ. ശ്രദ്ധിക്കണേ, 2 വിസിൽ നമുക്ക് വേവിച്ചെടുക്കണം. നല്ലപോലെ എല്ലാം ഉടഞ്ഞു വരണം കേട്ടോ. അപ്പോൾ അതെ, നമ്മൾ 2 വിസിൽ വേവിച്ചു. അപ്പോൾ നമ്മളെ ഉരുളൻകിഴങ്ങും ക്യാരറ്റും എല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ, ഉടഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഉടച്ചു കൊടുക്കും വേണം കേട്ടോ, ഉടഞ്ഞിട്ടില്ലെങ്കിൽ. കാരണം ഇതിന് കറിക്ക് നല്ലൊരു തിക്നെസ് എല്ലാം വേണം. ഈ കറിയുടെ മെയിൻ ടേസ്റ്റ് തന്നെ ഈ വെജിറ്റബിൾസ് എല്ലാം ഉടഞ്ഞ് നല്ലപോലെ കട്ടിയായി വരും, അതാണ് കേട്ടോ. അടുത്തായിട്ട് നമുക്ക് ഇതിലോട്ട് കോഴിമുട്ട ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ കോഴിമുട്ട നമ്മളിവിടെ 5 കോഴിമുട്ടയാണ് എടുക്കുന്നത്. നിങ്ങൾ ആവശ്യം പോലെ എത്ര കോഴിമുട്ട വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തായിട്ട് ഇതിലോട്ടൊരു ചേരുവയും കൂടി ചേർക്കണം. അതാണ് അണ്ടിപ്പരിപ്പ്, പിന്നെ തേങ്ങയുടെ ആദ്യ പാൽ കേട്ടോ. ഇത് രണ്ടും കൂടി മിക്സ് ആക്കി എടുക്കണം, നല്ലപോലെ അടിച്ചെടുക്കണം. ഏകദേശം ഇതേപോലെ ഉണ്ടാവും. അപ്പോൾ നമ്മളത് ആ കറി നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അതിലോട്ട് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. അടുത്തായിട്ട് ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കണം. പിന്നെ കുറച്ച് കറിവേപ്പില. ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നമുക്ക്. അപ്പം നമ്മുടെ കറിയൊക്കെ നല്ല തിക്ക് കറി കേട്ടോ. ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം നിങ്ങൾക്ക്. നല്ല ആ കറിയുടെ ടേസ്റ്റ് തന്നെ ആ തിക്നെസ്സാണ് കേട്ടോ. അപ്പം നമ്മളെ അടിപൊളി മുട്ടക്കറി റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്യുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക, ഒരു കമൻറ്റും ചെയ്യുക.